കൊച്ചു എടി രാവിലെ എന്തോ അടി ഇന്ന് നീ ഉണ്ടാക്കുന്നത് നീ? അതാ വെച്ചാൽ ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചിക്കൻ സ്റ്റൂ അപ്പം ഉണ്ടാക്കിയാലോ? അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടി വന്നു. നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ആയ ബേ ലീവ്സ്, 2 ഏലക്ക, 2 കറുവാപ്പട്ട, പിന്നെ 2 ഗ്രാമ്പൂ, പിന്നെ ഈ സ്റ്റാർ, ഇതിന്റെ പേര് എനിക്കറിയത്തില്ല, ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും റെസിപ്പീസ് ഞങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. നമ്മുടെ ഹോൾ സ്പൈസസ് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു ചെറിയ കഷ്ണം ജിഞ്ചറും പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് അടുത്തതായിട്ട് സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു വലിയ സവാള നമ്മൾ സ്ലൈസ് ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്കിനി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂക്കാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ സവാളയിലേക്ക് നമ്മളിവിടെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പൊട്ടാറ്റയും ഉണ്ട്. ഇവിടെ ഞാനിപ്പോൾ 2 പൊട്ടാറ്റയും 1 ക്യാരറ്റും ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി എണ്ണയ്ക്കകത്ത് ഇടുന്ന നന്നായിട്ട് മൂക്കണം. നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പൊ ഇത് നമ്മുടെ ക്യാരറ്റും പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവ് അനുസരിച്ച് നമുക്ക് കുരുമുളകും പച്ചമുളകിന്റെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങയുടെ 2ാം പാല് ഒഴിച്ചു കൊടുക്കാം.
നമ്മളിവിടെ ഒരു തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഒരു തേങ്ങ ഫുള്ള് ചിരവി അതിന്റെ പാലാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മളിവിടെ 300 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തേക്കുന്നതാണ്. നമുക്കിനി ഈ തേങ്ങാപ്പാലിലോട്ട് നമുക്ക് ഈ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ സ്റ്റൂവിന് മഞ്ഞൾ ഇടാറില്ല, പക്ഷെ ഇവിടെ ചിക്കൻ എപ്പോഴും മഞ്ഞൾ ഇട്ടാണ് വേവിക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. ഇതൊന്ന് അടച്ചു കൊടുക്കാം. നമ്മളിവിടെ ചിക്കൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ഈ തേങ്ങാപ്പാലിനകത്ത് ചിക്കൻ നമുക്കൊരു 10-15 മിനിറ്റ് വേവിച്ചാൽ മാത്രം മതി. നമുക്ക് ചിക്കൻ നേരത്തെ തന്നെ വേവിക്കാതെയും ചെയ്യാം. ഈ തേങ്ങാപ്പാലിനകത്ത് തന്നെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പക്ഷെ അതൊരു മിനിമം നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഇതിനകത്തൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഇതിലിട്ടിരിക്കുന്ന പൊട്ടാറ്റോസിന് നമുക്ക് കുറച്ച് എടുത്ത് നമുക്ക് വേണമെങ്കിൽ അത് ഈ രണ്ടാം പാല് നമ്മൾ എടുക്കുമ്പോഴത്തേക്കിന് തേങ്ങാപ്പാലിനകത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം മിക്സിയിലിട്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അങ്ങനെയും ചെയ്യാം. അങ്ങനെ അപ്പം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. നമ്മുടെ ചിക്കനും പൊട്ടാറ്റോസും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് രണ്ടാം പാലില്. ഇനി നമുക്ക് ഈ നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ്, അതും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചിട്ട് നമ്മൾ അധികം നേരം തിളപ്പിക്കൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കത്തേ ഉള്ളൂ. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഗരം മസാലയും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇവിടെ ഇപ്പൊ ഗരം മസാല ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ കറി ആയിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. മല്ലിയില വേണമെങ്കിലും ഇടാം കേട്ടോ.